അടിമാലിയിൽ 2 ദിവസം ട്രെയിനിങ്ങിനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനീ പോണത്. ഞാനല്ല നമ്മളീ പോണത് കേട്ടോ. തൊടുപുഴക്കാരിയാണെങ്കിലും കുറേ നാളായിട്ട് ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡൊന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഇന്ന് കണ്ടു. തൊടുപുഴക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തൂഫാൻ ബസ്സിൽ കയറിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി ഉറങ്ങിയേറ്റപ്പോഴത്തേക്ക് അടിമാലി എത്തി. അടിമാലി ചെന്ന് കഴിഞ്ഞപ്പോൾ ചിക്കൻ സാൻഡ്വിച്ചും ചായയും കൂടെ കഴിച്ചിട്ട് അങ്ങനെ ട്രെയിനിങ് നടക്കുന്ന ഹോട്ടലിലെത്തി. ഈ ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ട്രെയിനിങ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഇതാ ഈ ഒരു ഫയലും ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്നിലെ കുട്ടി ഉണർന്നു. അങ്ങനെ 2ാം ദിവസവും ആ കുട്ടി ഉണർന്നത് കൊണ്ട് സന്തോഷത്തിൽ വീണ്ടും ട്രെയിനിങ്ങിന് പോവാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ നേരിമംഗലം പാലം കണ്ടേ. നേരിമംഗലം പാലത്തിന് അത് എപ്പോഴും കാണുന്നതാണ്, എന്നാലും ഞാൻ പറയണം, മറ്റേ പാരലായിട്ട് പുതിയൊരു പാലം വരുന്നുണ്ടല്ലോ. എന്നിരുന്നാലും ഈ നേരിമംഗലം പാലം ഒരു നൊസ്റ്റാൾജിയല്ലേ. അങ്ങനെ പാലവും കണ്ട് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അടിമാലിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഞാൻ ഇന്ന് വെജിറ്റബിൾ സാൻഡ്വിച്ചും ചായയാണ് കേട്ടോ കഴിച്ചത്. ഇന്നലെ നമ്മൾ ചിക്കൻ അല്ല, അപ്പോൾ ഇന്ന് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നടന്ന് ട്രെയിനിങ് നടക്കുന്നിടത്ത് എത്തി. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഇന്ന് തൊടുപുഴയ്ക്കല്ല തിരിച്ചു പോകണം, നമ്മൾ സൂര്യനെല്ലിക്കാണ് പോണത് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഇവിടെ മറ്റേ ജക്രാന്ത നീലവാക പൂത്ത് തുടങ്ങിയിട്ടുണ്ടെന്നല്ല, പൂത്തിട്ടുണ്ട്, കുറച്ച് നാളായി. പള്ളിവാസൽ കഴിഞ്ഞപ്പോഴത്തേക്കും നീലവാക കണ്ടു. പിന്നെ തിരിച്ച് നമ്മൾ തേയില കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം എന്നറിയാമോ. ചൂടായിരുന്നു. എനിക്കിപ്പോൾ തൊടുപുഴത്ത് ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ സൂര്യനെല്ലി നിന്ന്. അങ്ങനെ നമ്മൾ സൂര്യനെല്ലി എത്തിയപ്പോഴത്തേക്കും ദേ എന്നെ ആരാണ് വിളിക്കാൻ വരുന്നത് നോക്കിയ ടീച്ചറും ദീപ ടീച്ചറും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം വർഷ വിയോ.